നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയുടെ അടുത്ത പ്രഖ്യാപനം കൂടി ഇതാ എത്തിയിരിക്കുന്നു. ടൂറിസ്റ്റ് സന്ദർശക വിസയിൽ രാജ്യത്തെത്തുന്നവർ ശമ്പളത്തിനോ അല്ലാതെയോ ജോലി ചെയ്യാൻ പാടില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് അധികൃതർ. അതുപോലെ തന്നെ ടൂറിസ്റ്റ് വിസയിൽ വന്ന് ഹജ്ജ് സീസണിൽ ഉംറ നിർവഹിക്കാൻ കഴിയുന്നതുമല്ല. ഹജ്ജ് സമയത്ത് ടൂറിസ്റ്റ് വിസയുമായി വന്ന് ഹജ്ജ് ചെയ്യാനും സാധിക്കില്ല. കൂടാതെ പ്രത്യേകമായ ഹജ്ജ് വിസയുണ്ടെങ്കിൽ മാത്രമേ തീർത്ഥാടനത്തിന് അനുമതി നൽകുമെന്നും അധികൃതർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. ടൂറിസ്റ്റ് വിസയിൽ എത്തുന്നവർ രാജ്യത്തെത്തുമ്പോൾ പാലിക്കേണ്ട 7 നിബന്ധനകൾപ്പെട്ടതാണ് ഇവയെല്ലാം. അതായത് സന്ദർശക വിസയുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ അധികൃതർ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായി തന്നെ പാലിക്കാൻ രാജ്യത്തെത്തുന്നവർ ബാധ്യസ്ഥരാണ്. ഒരു വട്ടം മാത്രം രാജ്യത്തേക്ക് പ്രവേശനം സാധ്യമാകുന്ന സിംഗിൾ എൻട്രി വിസയുടെ കാലാവധി 3 മാസമാണ് എന്നതാണ്. എന്നാൽ ഈ വിസയിൽ രാജ്യത്ത് പ്രവേശിച്ചവർ 1 മാസത്തിൽ കൂടുതൽ രാജ്യത്ത് തങ്ങരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ പലവട്ടം രാജ്യത്ത് വന്നു പോകാവുന്ന മൾട്ടിപ്പിൾ എൻട്രി ടൂറിസ്റ്റ് വിസയാണെങ്കിൽ ഒരു വരവിൽ 3 മാസത്തിൽ കൂടുതൽ രാജ്യത്ത് തങ്ങരുത് എന്നാണ് നിയമം അനുശാസിക്കുന്നത്. കൂടാതെ 300 റിയാൽ വിലയുള്ള ഈ വിസയുടെ കാലാവധി 1 വർഷമായിരിക്കും. അതിനിടയിൽ എത്ര തവണ വേണമെങ്കിലും രാജ്യത്ത് വന്നു പോകാൻ അനുവാദവും നൽകും. രാജ്യത്തെ നിയമങ്ങൾ പൂർണ്ണമായി അനുസരിക്കണം. ഏത് സമയത്തും തിരിച്ചറിയൽ രേഖകൾ കൈവശം ഉണ്ടായിരിക്കണം. ഏതാവശ്യത്തിനാണോ വിസ എടുത്ത് ആ കാര്യം നടപ്പിൽ വരുത്തുകയും വേണമെന്നും നിബന്ധനകളിൽ പറയുന്നു. പുതിയ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ടൂറിസ്റ്റ് വിസയിലെത്തുന്നവർക്ക് സാധാരണ സമയങ്ങളിൽ ഉംറ തീർത്ഥാടനം നിർവഹിക്കാൻ അവസരവും ഉണ്ടാകുന്നതാണ്. എന്നാൽ ഹജ്ജ് ഉംറ മന്ത്രാലയം തീരുമാനം എടുക്കുന്നതിന് അനുസൃതമായി തന്നെ ഹജ്ജ് സീസണിൽ ഉംറ നിർവഹിക്കുന്നതിന് വിലക്കും ഉണ്ടാകും. വിസയുടെ കാലാവധി കഴിയുന്നതിന് മുമ്പ് രാജ്യം വിടണമെന്നും നിർദ്ദേശങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം സൗദി ടൂറിസം വിസ നടപടിക്രമങ്ങൾ ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച ഈ വിസകൾ ലഭ്യമായി തുടങ്ങിയതായി റിപ്പോർട്ട്. ഇതര ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസികൾക്ക് സൗദി അറേബ്യ സന്ദർശിക്കാനുള്ള ടൂറിസ്റ്റ് വിസയാണ് ഇതിനകം ലഭിച്ചു തുടങ്ങിയത്. സൗദി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ ഇമെയിൽ വഴി രജിസ്റ്റർ ചെയ്ത് ആവശ്യപ്പെട്ട രേഖകൾ സഹിതം അപേക്ഷ നൽകിയാൽ മണിക്കൂറുകൾക്കകം തന്നെ വിസ ലഭിക്കും. ഇങ്ങനെ വിസ ലഭിച്ച ഏതാനും പേർ കഴിഞ്ഞ ദിവസങ്ങളിൽ ദുബായിൽ നിന്നും ബഹ്റൈനിൽ നിന്നും സൗദിയിലെത്തിയിരുന്നു. $10 വിസ ഫീസ്. വിസയുടെ കാലാവധി അനുസരിച്ചുള്ള ഹെൽത്ത് ഇൻഷുറൻസും നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇമെയിൽ ഉപയോഗിച്ച് സൈറ്റിൽ കയറി അപേക്ഷ നൽകുമ്പോൾ പാസ്പോർട്ട്, ഗൾഫ് രാജ്യങ്ങളിലെ താമസരേഖ എന്നിവയുടെ കോപ്പി, ഫോട്ടോ എന്നിവ അറ്റാച്ച് ചെയ്യണം. ഉംറയ്ക്ക് പോകുന്നുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി പണമടച്ചാൽ മണിക്കൂറുകൾക്കകം തന്നെ ഫോട്ടോ പതിച്ച വിസ ലഭിക്കുന്നതായിരിക്കും. നേരത്തെ ബിസിനസ് വിസിറ്റ് വിസ ഉപയോഗിച്ചായിരുന്നു ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ സൗദിയിൽ എത്തിയിരുന്നത്. എന്നാൽ പുതിയ ഈ വിസ സമ്പ്രദായം നടപ്പിലാക്കി തുടങ്ങിയതോടെ ഉംറ നിർവഹിക്കുന്നതിന് ഉൾപ്പെടെയുള്ള സൗദി യാത്ര എളുപ്പമാവുകയാണ് ചെയ്യുന്നത്. അതിനാൽ തന്നെ ഇത്തരം നിബന്ധനകൾ പാലിക്കേണ്ടതാണെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.